വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ ചിത്രത്തിൽ അജു വർഗീസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ മരണം മാസാടാ, വേറെ ലെവലാടാ. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചിത്രമാണ് മരണമാസ്. 100% പൊളി പൊളി പൊളിപ്പടം, അടിപൊളി, ചിരിക്കാൻ ഏറെ ഉണ്ട് കേട്ടാ. ചിരി 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 ചിരി, ഒരു ചിരിമയമായിട്ടുള്ള സിനിമയാണ് മരണമാസ്. ഫാമിലി ആയിട്ട് പോയിരുന്ന് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടം. ആക്ഷേപഹാസ്യമാണ് സിനിമ കൈകാര്യം ചെയ്തു പോകുന്നത്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയിലെ നായകൻ ആരാണെന്ന് വെച്ചാൽ, ഹീറോ ആരാണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഹീറോ രാജേഷ് മാധവനാണ്. രാജേഷ് മാധവൻ അമ്പോ അങ്ങേരി എന്താ അഭിനയം എന്ന് പറയുമ്പോൾ കാഴ്ച വെച്ചാണ്. ബനാന കില്ലറാണ് അദ്ദേഹം, ബനാന കില്ലറാണ്, സൈക്കോപാത്താണ്. പക്ഷെ ഒരു ഹ്യൂമർ കലർന്ന സൈക്കോപാത്തിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അടിപൊളിയായിട്ട്. ഒരു സൈക്കോപാത്തിനെ പേടിച്ച് കുറേ നാട്ടുകാരും നാടും ഒക്കെ കലർന്നു പോകുന്ന ഒരു കഥാ പശ്ചാത്തലമാണ് ഈ സിനിമയിലുള്ളത്, മരണമാസിലുള്ളത്. അതുപോലെ 2K കിഡ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടനുണ്ട്, ബേസിൽ ജോസഫ്. അങ്ങേരും പൊളിയാണ് മച്ചാനെ, പൊളി പൊളി പൊപ്പൊളിയാണ്. അനീഷ്മയാണ് അദ്ദേഹത്തിന്റെ നായികയായിട്ട് വരുന്നത്. അനീഷ്മ അനിൽകുമാർ ജെസി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യുന്നു. ബാബു ആന്റണി അടിപൊളി. സുരേഷ് കൃഷ്ണ തുടക്കത്തിൽ തന്നെ കോമഡിയാണ്. സുരേഷ് കൃഷ്ണ അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങേരുടെ ഒരു കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, അത് സിനിമയിൽ അവർ ഉപയോഗിച്ചത് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പടമാണ് മച്ചാനെ, പടമാണ്. ഈ പടത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് നല്ലതായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സിജു സണ്ണിയും ശിവപ്രസാദും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ പാട്ടുകളും ഗംഭീരമായി. വിനായക് ശശികുമാറിന്റെ വരികൾ സൂപ്പർ സൂപ്പർ സൂപ്പർ. വിഷ്വലൊക്കെ അടിപൊളി. പറയാൻ നമുക്ക് വേറെ എന്താ പറയാ, നെഗറ്റീവ് പറയാനാണെങ്കിൽ നമുക്ക് ചില കോമഡികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു നമുക്ക് അറിയാൻ പറ്റും കോമഡി ഇതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ തോന്നിയെങ്കിലും പക്ഷെ സിനിമയുടെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു വരികയാണ്. നമുക്ക് ആ സിനിമയിൽ എന്താ ഇത് തന്നെയാണ് സിനിമയുടെ മോശം എന്ന് പറഞ്ഞ ആ സിനിമയെ കുറ്റപ്പെടുത്താൻ യാതൊന്നും ഞാൻ കണ്ടില്ല. നാദിറ മെഹ്റൈൻ ഈ സിനിമയിൽ മികച്ചൊരു സംഭവം ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പെണ്ണെ നീ തീയാവുക, ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് സിനിമയ്ക്ക് പൂർണ്ണമായിട്ട് യോജിക്കുന്ന തരത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ഡാർക്ക് ഹ്യൂമറാണ് പടം. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി പടം. ബേസിൽ ജോസഫിന്റെ ഒരു സംഭവ വികാസമായിട്ട് മുന്നേറുന്ന മരണമാസ്. ഈ സിനിമയുടെ സംവിധാനം മിന്നൽ മുരളിയിലെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ശിവപ്രസാദാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോവിനോയും ഫ്രണ്ട്സൊക്കെ കൂടിയാണ് കേട്ടോ. പിന്നെ എഡിറ്റർ ചമൻ ചാക്കോയാണ്. മ്യൂസിക് JK ആണ്. അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അപ്പൂപ്പനുണ്ട്, അത് എടുത്തു പറയണം, കേശവക്കുറുപ്പ്. പുളിയനം പൗലോസ് എന്ന ചേട്ടനാണ് അഭിനയിച്ചിട്ടുള്ളത്. അടിപൊളി, ആഹാ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു എന്താ പറയണ, ഒരു ഫെസ്റ്റിവൽ മൂഡ് നമുക്ക് തരുന്ന അടിപൊളി ആഘോഷ ചിത്രമാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ പടമാണ് മരണമാസ്. സിജു സണ്ണിയുടെ കഥയാണ്. സിജു സണ്ണിയും അതുപോലെ സംവിധാനം ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞ് ഈ പടം പോയി കണ്ടു കഴിഞ്ഞ് നമുക്ക് ഒരു നിരാശ ഒന്നും ഫീൽ ചെയ്യില്ല. അടിപൊളി ഒരു എന്താ പറയാ, സൂപ്പർ 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 ആക്ഷേപഹാസ്യത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുത്തിരിക്കുകയാണ് ഈ പടത്തിൽ മരണമാസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.